തടാകങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും നാടായ രാജസ്ഥാനിലെ ഉദയ്പൂർ സിറ്റിയിൽ ഒരു 2 ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. രാവിലെ കർണിമാത ടെമ്പിളിൽ റോപ്പ് വേയിലൂടെ പോയി മലമുകളിൽ നിന്ന് നല്ല ഉഗ്രൻ സൺറൈസ് കണ്ട് ഉദയ്പൂർ സിറ്റി, ലേക്ക് പിച്ചോല, ആരവല്ലി ഹിൽസിൻ്റെ ഒരു പനോരമിക് വ്യൂവും കണ്ട് താഴെ വന്ന് അടുത്തത് പിച്ചോല ലേക്കിൽ ബോട്ട് റൈഡ് പോവുക. ഈ ബോട്ട് റൈഡ് നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിലൊന്നായ സിറ്റി പാലസ്, ജഗ്മന്ദിർ പാലസ്, താജ് ലേക്ക് പാലസ് എല്ലാം ഈ ബോട്ട് റൈഡിൽ കാണാൻ പറ്റും. ബോട്ട് റൈഡ് കഴിഞ്ഞ് നമുക്ക് സിറ്റി പാലസ് വിസിറ്റ് ചെയ്യാം. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വേണം ഇത് മൊത്തം കാണാൻ. 16-ാം നൂറ്റാണ്ടിലാണ് ഈ പാലസ് ഇവിടെ ആദ്യമായി പണിയുന്നത്. പിന്നെ ഓരോ കാലത്തും കൂട്ടിച്ചേർക്കലുകൾ നടത്തിയും മോടി പിടിപ്പിക്കുകയൊക്കെ ചെയ്തു. നിലവിൽ 11 കൊട്ടാരങ്ങളുടെ ഒരു സമുച്ചയമാണിത്. രാജഭരണം അവസാനിച്ചെങ്കിലും ഇപ്പോഴും ഈ കൊട്ടാരത്തിന്റെ ഓണേഴ്സ് രാജകുടുംബം തന്നെയാണ്. അവർ താമസിക്കുന്നതും ഈ കൊട്ടാരത്തിൽ തന്നെയാണ്. പാലസിന്റെ ചില കോണുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പിച്ചോല ലേക്കിന്റെയും ഉദയ്പൂർ സിറ്റിയുടെയൊക്കെ ഒരു പനോരമിക് വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര കണ്ടാലും തീരാത്തത്ര കാഴ്ചകളുണ്ട് സിറ്റി പാലസിനകത്ത്. ഒരു സഞ്ജയ് ലീല ബൻസാലി സെറ്റിൽ പോയ പോലെ ഉണ്ടാവും നമുക്ക് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ. ഇവിടെ നിന്ന് സൺസെറ്റ് കാണുന്നത് ഇസ് എ ഹോൾ ഡിഫറെന്റ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ്. അടുത്തത് നമുക്ക് ജഗദീഷ് ടെമ്പിൾ പോവാം. കംപ്ലീറ്റ്ലി മാർബിളിൽ പണി കഴിപ്പിച്ച 300 വർഷത്തോളം പഴക്കമുള്ള ഒരു ടെമ്പിളാണ് ജഗദീഷ് ടെമ്പിൾ. അത് കഴിഞ്ഞ് നമുക്ക് ഗംഗോർഘട്ടിന് അടുത്തുള്ള ബാഗോർ കി ഹവേലിയിലെ ഫോക്ക് ഷോ കാണാൻ പോവാം. രാജസ്ഥാനി ഫോക്ക് ഡാൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അത് കഴിഞ്ഞ് ജഗദീഷ് ടെമ്പിളിനടുത്തുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റിൽ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ഡേ 1 അവസാനിപ്പിക്കാം. സെക്കൻഡ് ഡേയുടെ ഐറ്റിനറി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കൂടുതൽ ഡീറ്റെയിൽസ് ക്യാപ്ഷനിൽ കൊടുക്കാം.